നസ്കർ വേടൻ എന്ന റാപ്പർ മലയാളികൾക്ക് ഒരു അത്ഭുതം തന്നെയാണ്. തൃശ്ശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനത്തിനിരയായി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനമുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ് കളിയാക്കിക്കൊണ്ട് പരിചയക്കാർ വേടൻ എന്ന് വിളിച്ചപ്പോൾ ആ പേര് തന്നെ തന്റെ ഔദ്യോഗിക പേരാക്കി മാറ്റി ആ ബ്രാൻഡ് മലയാളികളുള്ള എല്ലായിടത്തും എത്തിക്കുകയും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലുമൊക്കെ വേരുകൾ ഉണ്ടാക്കുകയും ചെയ്ത വേടന്റെ റാപ്പിന്റെ സംഗീതം പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റേതുമാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ. നിലനിൽക്കില്ലാത്ത കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് ജാമ്യം കിട്ടുമെന്നും അയാൾ നീതിമാനായി ഇരയായി പുറത്തേക്ക് വരുമെന്നും ആർക്കാണ് തിരിച്ചറിയാത്തത്? അതിന്റെ മറുഭാഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലഹരി എന്ന ഭയാനകമായ രോഗാതുരമായ അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൽ ജീവിക്കുന്ന വേടനെ അക്കാര്യത്തിൽ വെള്ളപൂശി രക്ഷിച്ചെടുത്തതിന് ശേഷം അയാൾ പുലിയെ കൊന്ന് അതിന്റെ പല്ലെടുത്ത് മാലയാക്കി എന്ന് പറഞ്ഞ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞെട്ടലോടെയാണ് ഞാൻ ആ വാർത്ത കണ്ടത്. ഒരു പുലിയെ കൊന്ന് അതിന്റെ നഖമോ അതിന്റെ പല്ലോ അല്ലെങ്കിൽ തൊലിയോ ഒക്കെ എടുത്താൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യം. എന്നാൽ വേടന്റെ മേൽ അത് ചുമത്തിയത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സത്യത്തിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. വേടൻ അങ്ങനെ ഒരു മാല ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കുന്നതും തെറ്റൊന്നുമല്ല. എന്നാൽ അത് ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് വേടനെ ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പുലിയെ വേട്ടയാടി അതിന്റെ പല്ലുപയോഗിച്ച് മാലയിട്ടു എന്ന് വനം വകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നു. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ആ വകുപ്പിന് 9 വർഷം വരെ തടവ് കിട്ടാം. കയ്യിൽ കിട്ടുന്ന ഏതു നിരപരാധിയെയും വലിച്ചു കീറാൻ വിരുദ്ധുള്ള ഒരു എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് വനം വകുപ്പ്. ചെയ്യുന്ന കുറ്റത്തിനാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ ശ്രമിച്ച് ചെയ്ത കുറ്റത്തിൽ പോലും രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നത് കള്ളക്കളിയും ഗൂഢാലോചനയുമാണ്. ഇവിടെ വേടനെ ഒരു ഇരയായി മാറ്റാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ വിക്രിയകൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്ന. കഞ്ചാവ് കേസിൽ വേടൻ ജയിലിൽ പോവേണ്ട ആളായിരുന്നെങ്കിൽ അതിനുള്ള വകുപ്പുണ്ടായിരുന്നെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പുലിയെ കൊന്നു എന്ന കള്ളക്കേസിൽ വേടനെ ജയിലിൽ അടയ്ക്കുന്നത് അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണ്. നമ്മുടെ പോലീസും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഒരു പൗരനെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ദയവായി നിയമത്തിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക. നിയമം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം നോക്കുകുത്തിയാവും എന്ന് മറക്കരുത്. അത് നിനക്കറിയാം, പക്ഷെ അത് അറിയത്തില്ല എന്ന് നീ കാണിക്കുന്ന നിന്റെ നാട്യമുണ്ടല്ലോ, അത് ഈ പാപ്പിച്ചാനോട് വേണ്ട. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും.